ഇറാനിൽ വമ്പൻ കലാപം, തെരുവുകൾ കൈയടക്കി ജനക്കൂട്ടം, കടകമ്പോളങ്ങൾ അടച്ച് പ്രതിഷേധം. കറൻസി ഇടിഞ്ഞ സാഹചര്യത്തിൽ ടിഷ്യൂ പേപ്പർ വില പോലുമില്ലാതെ ഇറാന്റെ റിയാൽ. അമേരിക്കയുടെ ഡോളറിനെതിരെ 1.38 മില്യൺ കണക്കിനാണ് ഇപ്പോൾ റിയാലിന്റെ വിനിമയ നിരക്ക്. തകർന്നടിഞ്ഞ് ഇറാന്റെ കറൻസി, എല്ലാം തകർന്ന ഇറാനിലെ ജനത, തെരുവുകളിൽ ജനക്കൂട്ടം കൈയടക്കുന്നു. വലിയ പ്രക്ഷോഭത്തിലേക്ക്, 2022 നടന്ന വലിയ ജനകീയ പ്രക്ഷോഭത്തിനേക്കാൾ വലിയ ജനകീയ കലാപത്തിലേക്ക് ഇറാൻ മാറുന്നു എന്നുള്ള വാർത്തകളാണിപ്പോൾ ടെഹ്റാനിൽ നിന്നും മറ്റു പ്രദേശങ്ങളിൽ നിന്നും പുറത്തു വരുന്നത്. ടെഹ്റാനിൽ ജനക്കൂട്ടം തെരുവുകൾ കൈയടക്കിയിരിക്കുന്നു. കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടച്ചിടുകയാണ് വ്യാപാരികൾ. മറ്റുള്ള ആളുകളെയും ഇതിന് പ്രേരിപ്പിക്കുകയാണ്. കടകമ്പോളങ്ങൾ തുറക്കാൻ സമ്മതിക്കുന്നില്ല. വലിയ പണപ്പെരുപ്പത്തിലേക്ക് ഇറാൻ എന്ന രാജ്യം കൂപ്പുകുത്തിയിരിക്കുകയാണ്. എല്ലാ വിപണിയും തകർന്നിരിക്കുന്നു. ടിഷ്യൂ പേപ്പറിന്റെ വില പോലുമില്ലാതെ ഇറാൻ റിയാൽ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ജനങ്ങൾ കയ്യിൽ കെട്ടുകണക്കിന് നോട്ടുകളുമായി തെരുവുകളിൽ അലമുറയിട്ട് കരയുന്ന ഒരവസ്ഥ. എല്ലാ സാധനത്തിനും തീ കൊണ്ട വില, തീ പിടിച്ച വില. കുടിവെള്ളത്തിന് പോലും ഡോളർ കണക്കിന്, ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, മില്യൺ കണക്കിന് ഡോളർ വില വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. എന്തായാലും ഇറാൻ എന്ന രാജ്യത്തിന് ചരിത്രപരമായ ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. 2022 മഹസ ജിന അമീനി എന്ന ചെറുപ്പക്കാരിയായ പെൺകുട്ടിയെ പർദ്ദയുടെ പേരിൽ, ഹിജാബിന്റെ പേരിൽ പോലീസ് കസ്റ്റഡിയിൽ, അവിടുത്തെ മോറൽ പോലീസ് അതിരൂക്ഷമായി പീഡിപ്പിക്കുകയും പിന്നീട് അമിനിയുടെ കൊലപാതകം ഉണ്ടാവുകയും ചെയ്തതിന് പിന്നാലെ ഉണ്ടായ വലിയ ജനകീയ പ്രക്ഷോഭം, അത് ഇറാനെ ഒന്നാകെ പിടിച്ചു കുലുക്കിയിരുന്നു. ഇറാന്റെ തെരുവുകൾ അന്ന് ജനങ്ങൾ കൈയടക്കിയിരുന്നു. ഭരണകൂടത്തിന് പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത വലിയ ജനകീയ പ്രക്ഷോഭമാണ് അന്ന് ഇറാനിലുടനീളം ഉണ്ടായത്. അതിനേക്കാൾ വലിയ ജനകീയ പ്രക്ഷോഭമാണ് ഇപ്പോൾ ഈ കറൻസി വിലയിടിവിലൂടെ ഇറാനിലുണ്ടായിരിക്കുന്നത്. ഇറാന്റെ സാമ്പത്തിക നില ആകെ തരിപ്പണമാക്കിയിരിക്കുന്നു. ജനങ്ങളുടെ കയ്യിൽ ഇറാൻ നാണയം, ഇറാൻ കറൻസി, ഇറാന്റെ റിയാൽ വൻതോതിൽ കയ്യിലുണ്ടായിട്ടും ഒരു പ്രയോജനമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാനാകട്ടെ വ്യാപാരികളുമായും പ്രക്ഷോഭകാരികളുമായും ചർച്ചയ്ക്ക് ഭരണകൂടത്തോട് നിർദ്ദേശിച്ചിരിക്കുന്നു. സാമ്പത്തികാര്യ മന്ത്രിയോട് വ്യാപാരികളുടെ പ്രതിനിധികളുമായി ചർച്ച ചെയ്യാൻ അദ്ദേഹം നിർദ്ദേശിച്ചിരിക്കുന്നു. വിഷയത്തെ ചർച്ച ചെയ്ത് പരിഹരിക്കണമെന്നും നിലവിലെ പ്രതിസന്ധി ഇറാന് മറികടക്കാനാകുമെന്നും മസൂദ് പെഷസ്കിയാൻ പ്രത്യാശ പ്രകടിപ്പിച്ചിരിക്കുന്നു. അറബ് രാജ്യങ്ങൾ പോലും, ഇസ്ലാമിക രാജ്യങ്ങൾ പോലും ഇറാനെ ഈ ഒരു ആപത്ഘട്ടത്തിൽ പിന്തുണയ്ക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇറാന്റെ വിപണി തകർന്നടിച്ചിരിക്കുന്നു. ഇറാന്റെ സാമ്പത്തിക നില തകർന്ന് തരിപ്പണമായിരിക്കുന്നു. ഡോളറിനെതിരെ വലിയ വിലക്കയറ്റമാണ്, വലിയ തകർച്ച. ഡോളറിനെതിരെ വലിയ തകർച്ചയാണ് ഇറാന്റെ കറൻസി ഇപ്പോൾ കാണിക്കുന്നത്. വൻതോതിൽ ഇടിവ് കറൻസിക്ക് നേരിട്ടിരിക്കുന്നു. ഒരു ഘട്ടത്തിൽ 1.42 മില്യൺ ഡോളർ ഇറാൻ റിയാൽ വരെ ഡോളറിനെതിരെയുള്ള വിനിമയ നിരക്കായി ഉയർന്നിരിക്കുന്നു. നിലവിൽ 1.38 ഇറാൻ റിയാലാണ് ഡോളറിനെതിരെയുള്ള വിനിമയ നിരക്ക്. അക്ഷരാർത്ഥത്തിൽ ഇറാൻ എന്ന ഭരണകൂടം സാമ്പത്തികമായി ഏറ്റവും വലിയ തകർച്ചയെ നേരിടുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. കറൻസി ഇടിവിനെ തുടർന്ന് വലിയ വിലക്കയറ്റമാണ് ഇറാനിലെങ്ങും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അവശ്യ സാധനങ്ങൾക്ക്, പ്രത്യേകിച്ച് ഭക്ഷണ സാധനങ്ങൾക്ക് തീ കൊണ്ട വിലയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് കുടിവെള്ളത്തിന് ലക്ഷക്കണക്കിന് രൂപ കൊടുക്കേണ്ടി വരുന്നു എന്നുള്ള ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഇറാനിലുള്ളത്. ഇറാൻ എന്ന രാജ്യം സാമ്പത്തികമായും എല്ലാ തരത്തിലും തകർന്നടിയുന്നു എന്നുള്ള അവസ്ഥയാണ് പുറത്തു വരുന്നത്. നേരത്തെ കുടിവെള്ളക്ഷാമം ഇറാനിൽ വൻതോതിൽ ബുദ്ധിമുട്ടിച്ചിരുന്നു. കുടിവെള്ളമില്ല, മഴയുണ്ടായിട്ട് മാസങ്ങളും വർഷങ്ങളുമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു തുള്ളി കുടിവെള്ളം കിട്ടാൻ ജനങ്ങൾ നെട്ടോട്ടമോടുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. അവിടെ ഭൂഗർഭ ജലസ്രോതസ് വൻതോതിൽ താണിരിക്കുന്നു. ജലലഭ്യത ഏറ്റവും പരിമിതമായ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. 3-4 മാസം ഇറാനിലെ ജനങ്ങൾക്ക് കുടിക്കാനുള്ള കുടിവെള്ളം പോലും ഇറാനിലെ ടെഹ്റാൻ അടക്കമുള്ള പ്രദേശങ്ങളിൽ ഇല്ല എന്നുള്ള ഏറ്റവും പരിതാപകരമായ ഒരു വാർത്തയാണ് ദിവസങ്ങൾക്ക് മുൻപ് പുറത്തു വന്നത്. ഇപ്പോൾ ഇതാ
ഇപ്പോൾ ഇതാ ഇറാന്റെ സാമ്പത്തിക പ്രതിസന്ധി അത് അതിരൂക്ഷമായിരിക്കുന്നു. സാമ്പത്തിക നില തകർന്ന് തരിപ്പണമായിരിക്കുന്നു. ഡോളറിനെതിരെയുള്ള വിനിമയ നിരക്കിൽ വലിയ ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. വലിയ സാമ്പത്തിക തകർച്ചയിലേക്ക് ഇറാൻ എന്ന രാജ്യം പോയിരിക്കുന്നു. നമുക്കറിയാം, ഒരു കാലത്ത് ലോകത്ത് എണ്ണപ്പണം കൊണ്ട് ലോകത്തെ തന്നെ അമ്മാനമാടിയിരുന്ന, ലോകത്തെ തന്നെ പ്രധാനപ്പെട്ട ഒരു സാമ്പത്തിക ശക്തിയായിരുന്ന രാജ്യമാണ് ഇറാൻ. എണ്ണ വിറ്റുണ്ടാക്കുന്ന പണത്തിൻ്റെ വലിയൊരു ഭാഗം അത് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ച ഒരു ചരിത്രമുള്ള രാജ്യമാണ് ഈ ഇറാൻ. ആ ഇറാനാണ് ഇപ്പോൾ ഏറ്റവും വലിയ ഗതികെട്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. എണ്ണ വിറ്റ് കിട്ടുന്ന പണത്തിൻ്റെ വലിയൊരു ഭാഗം സിറിയയിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും നിക്ഷേപിച്ചുകൊണ്ട് സിറിയയിലെ അസദ് ഭരണകൂടത്തെ കൊണ്ട് ലോകത്തെ ഇസ്ലാമിക ഭീകര സംഘടനകൾക്ക് സപ്ലൈ ചെയ്യുന്നതിനായി ആവശ്യത്തിലധികം ആയുധങ്ങൾ, ആവശ്യത്തിലധികം മയക്കുമരുന്നുകളൊക്കെ നിർമ്മിച്ചുകൊണ്ട് ഹൂതികൾക്ക്, ഹമാസിന്, അതുപോലെ ഹിസ്ബുള്ളയ്ക്ക്, തൊട്ടടുത്തുള്ള ഈ പ്രോക്സികൾക്കൊക്കെ തന്നെ ആയുധങ്ങൾ സപ്ലൈ ചെയ്യുകയും ലോകത്തെ ഇസ്ലാമിക ഭീകരതയുടെ പ്രധാനപ്പെട്ട ഈറ്റില്ലമായി മാറുകയും ചെയ്ത ഒരു രാജ്യമാണ് ഇറാൻ. ആ ഇറാന് ചരിത്രപരമായ തിരിച്ചടി ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന ഏറ്റവും നിർണായകമായ വിവരം. ഇറാന്റെ സാമ്പത്തിക നില അതിഗുരുതരമായി തകർന്നടിയുകയാണ്. ഇറാന്റെ സാമ്പത്തിക സ്ഥിതി അതീവ ദയനീയാവസ്ഥയിലേക്ക് കൂപ്പുകുത്തുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇറാനിൽ വമ്പൻ കലാപം, തെരുവുകൾ പ്രക്ഷോഭകാരികൾ കൈയടക്കിയിരിക്കുന്നു, തെരുവുകൾ കത്തിക്കുന്നു, കടകമ്പോളങ്ങൾ കത്തിച്ച് ചാരമാക്കുന്നു, കറൻസി വില ഇടിഞ്ഞ് തകർന്ന് തരിപ്പണമാകുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ഇറാന്റെ സെൻട്രൽ ബാങ്ക് മേധാവി മുഹമ്മദ് റസാ ഫർസിൻ രാജിവെച്ചു. നാണയ ഇടിവിനെ തുടർന്ന് റിസർവ് ബാങ്ക് മേധാവി തന്നെ രാജിവെക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ടിഷ്യൂ പേപ്പറിൻ്റെ പോലും വിലയില്ലാത്ത അവസ്ഥയിലേക്കായിരിക്കുന്നു ഇറാൻ്റെ കറൻസിക്ക്. ഇറാൻ്റെ കെട്ടുകണക്കിന് കറൻസിയുമായി ജനങ്ങൾ തെരുവിലിറങ്ങുന്ന വാർത്തകളാണ്, കാഴ്ചകളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ പുറത്തു വരുന്നത്. ഇറാൻ്റെ ജനത ഇറാൻ്റെ ഭരണകൂടത്തിനെതിരെ ഇപ്പോൾ മുദ്രാവാക്യം മുഴക്കുകയാണ്. പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെയും പ്രസിഡന്റ് മസൂദ് പഷസ്കിയാനെയും ഒക്കെ ചിത്രങ്ങൾ വെച്ച് ജനങ്ങൾ തെരുവുകളിൽ വലിയ പ്രക്ഷോഭങ്ങൾ നടത്തുകയാണ്. തീവ്രവാദത്തെ വളർത്തിയ, തീവ്രവാദത്തെ വിൽപ്പന നടത്തിയ, ലോകത്തെ തീവ്രവാദത്തിൻ്റെ അപ്പോസ്തലന്മാരായിരുന്ന ഇറാൻ എന്ന രാജ്യത്തിന് ചരിത്രപരമായ വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് പുറത്തുവരുന്ന ഏറ്റവും നിർണായകമായ വാർത്തകൾ. നാണയ ഇടിവിനെ തുടർന്ന് റിസർവ് ബാങ്ക് മേധാവി തന്നെ രാജിവെക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ടിഷ്യൂ പേപ്പറിൻ്റെ പോലും വിലയില്ലാത്ത അവസ്ഥയിലേക്കായിരിക്കുന്നു ഇറാൻ്റെ കറൻസിക്ക്. ഇറാൻ്റെ കെട്ടുകണക്കിന് കറൻസിയുമായി ജനങ്ങൾ തെരുവിലിറങ്ങുന്ന വാർത്തകളാണ്, കാഴ്ചകളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ പുറത്തു വരുന്നത്. ഇറാൻ്റെ ജനത ഇറാൻ്റെ ഭരണകൂടത്തിനെതിരെ ഇപ്പോൾ മുദ്രാവാക്യം മുഴക്കുകയാണ്. പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെയും പ്രസിഡന്റ് മസൂദ് പഷസ്കിയാനെയും ഒക്കെ ചിത്രങ്ങൾ വെച്ച് ജനങ്ങൾ തെരുവുകളിൽ വലിയ പ്രക്ഷോഭങ്ങൾ നടത്തുകയാണ്. തീവ്രവാദത്തെ വളർത്തിയ, തീവ്രവാദത്തെ വിൽപ്പന നടത്തിയ, ലോകത്തെ തീവ്രവാദത്തിൻ്റെ അപ്പോസ്തലന്മാരായിരുന്ന ഇറാൻ എന്ന രാജ്യത്തിന് ചരിത്രപരമായ വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് പുറത്തുവരുന്ന ഏറ്റവും നിർണായകമായ വാർത്തകൾ.